ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ. ഓം രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. സീതയും ശ്രീരാമനും മമ മനസ്സിൽ വാഴണം. രാമതത്വം കേൾക്കുവാൻ പഠിക്കുവാൻ കഴിയണം. ആഞ്ജനേയ ഭക്തി പോലെ ദാസ്യഭക്തി നൽകണം. എൻ്റെ കർമ്മമൊക്കെ ലോക നന്മയ്ക്കായി തീരണം. ശ്രീ സീതാരാമേന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീരാമ ഹരേ രാമ സീതാപതിയാം രാമ. രാഘവ ദശരഥേ കൗസല്യാസൂനോ രാമ. താതവാക്യത്തിൻ പൊരുൾ കൈക്കൊണ്ടു കാനനത്തിൽ ജാനകി സമേതനായി ലക്ഷ്മണ സേവിതനായി. നീണ്ട 14 കാട്ടിൽ വാണിടും കാലം മായാസീതയെ കട്ടു രാവണൻ മാരമാലാൽ. സുഗ്രീവൻ ഹനുമാനും അംഗദൻ നളൻ നീലൻ ജാംബവാൻ സുഷേണനും ലങ്കയിലെത്തി വേഗം. രാക്ഷസനാശത്തെയും രാവണ നിഗ്രഹവും വേഗേന ചെയ്തു രാമൻ. ഭൂമി തൻ ഭാരം തീർക്കാൻ വീണ്ടും അയോധ്യ തന്നിൽ ആനന്ദം പൂണ്ടു രാമൻ. രാജ്യാഭിഷിക്തനായി സദ്ഗുരു വസിഷ്ഠനാൽ മാതൃകാപരമായി രാജ്യത്തെ പാലിച്ചോരാ വിഷ്ണുവാം ശ്രീരാമായൻ കഷ്ടത തീർത്തിടേണം. ശ്രീഹനുമാന്റെ മാറിൽ സീതാരാമന്മാരെ പോൽ വിഷ്ണുവാം ശ്രീരാമായൻ മാനസേ വസിക്കേണം. ശ്രീരാമ ഹരേ രാമ സീതാപതിയാം രാമ. രാഘവ ദശരഥേ കൗസല്യാസൂനോ രാമ. സർവത്ര ശ്രീരാമനാമകീർത്തനം. ജയ ജയ രാമ രാമ. ഹരേ ഗുരുവായൂരപ്പ. സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. രാമായണം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഭാഗവതത്തിലെ രാമായണം എന്നുള്ളത് വ്യാസഭഗവാന് ഓർമ്മ വന്നത് എഴുതിയെന്നാണോ പറയേണ്ടത്, ഭഗവാൻ തോന്നിച്ചത് എഴുതിയെന്നാണോ പറയേണ്ടത്? ശ്രീശുക ബ്രഹ്മർഷി രാമചരിതത്തെ ഇങ്ങനെ സ്മരിച്ചപ്പോൾ അത് കുറച്ചായിട്ട് പറഞ്ഞു എന്നാണോ പറയേണ്ടത്? ഓർമ്മ വന്നത് അങ്ങനെയാണ്. 2 അധ്യായങ്ങളെ കൊണ്ടാണ് രാമായണം ശ്രീമദ് ഭാഗവതത്തിൽ നവമസ്കന്ധത്തിൽ 10ഉം 11ഉം അധ്യായങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. നാരായണീയത്തിൽ 2 ദശകത്തിൽ അത് വളരെ നന്നായിട്ട് തന്നെ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്, ചുരുക്കിയിട്ട്. അതെങ്ങനെയാണ് 2 കൂടിയിട്ടാ ചോദിക്കരുത്. നാരായണീയത്തിലെ രാമായണം വളരെ ഗംഭീരമാണ്. ഭാഗവതത്തിലെ രാമായണം മറ്റൊരു തരത്തിലാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. കുറേശ്ശെ രാമായണം പരിഭാഷപ്പെടുത്തിയതുകൊണ്ട് അതിലത്തെയും കുറച്ച് കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും. മുഴുവൻ ഭാഗവതത്തിൽ പറഞ്ഞതാണെന്നുള്ളത് ഉറപ്പില്ല. എങ്ങനെയായാലും നമുക്ക് കേൾക്കാം. ഹരേ ഗുരുവായൂരപ്പ. രാമായണം എല്ലാവർക്കും അറിയാലോ. ഖട്വാംഗന്റെ പുത്രനായിട്ടുള്ള ദീർഘബാഹുവിൻ്റെ പുത്രൻ രഘുവിൻ്റെ പുത്രൻ അജന്റെ മകൻ നേമി എന്ന ദശരഥൻ. അത് കശ്യപന്റെ അവതാരമാണ്. അതേപോലെ കൗസല്യ, ഈ ദേവകി മാതാവായാലും ഈ പൃശ്നി ആയാലും അതിഥി ആയാലും കൗസല്യ ആയാലും ഒരേ ആളാണ്. അപ്പോൾ അതിഥിയുടെ അവതാരമാണ് കൗസല്യ. ഇങ്ങനെ ദശരഥൻ കൗസല്യ മകനായിട്ട് ശ്രീരാമൻ അവതരിച്ചു. സുമിത്രാസുതനായിട്ട് ലക്ഷ്മണനും ശത്രുഘ്നനും അവതരിച്ചു. കൈകേയിക്ക് ഭരതനും അവതരിച്ചു. ശ്രീരാമൻ ഭഗവാൻ വിഷ്ണു സ്വയം രാമനായി.
ലക്ഷ്മണൻ അനന്തപത്മനാഭൻ, അനന്തൻ ശേഷനാഗം അല്ലെങ്കിൽ സംഘർഷൻ ആണ്. അതേപോലെ ശത്രുഘ്നൻ സുദർശന ചക്രാണ്. ഭരതൻ ശംഖ് പാഞ്ചജന്യം ആണ്. ശ്രീരാമൻ തൻ്റെ പത്നിയായിട്ടുള്ള സീത, ആ സീതയിൽ ലവനും കുശനും 2 മക്കൾ. അതിൽ കുശന്റെ വംശമാണ് പിന്നീട് രാജ്യം ഭരിച്ചത്. ലക്ഷ്മണന് ഊർമിള ജനകന്റെ പുത്രിയാണ്. സീത ജനകന് ഈ ഭൂമി ഉഴുന്ന സമയത്ത്, കലപ്പ കൊണ്ട് ഉഴുന്ന സമയത്ത്, യാഗത്തിന് വേണ്ടിയിട്ട് കലപ്പ ഉഴുന്ന സമയത്ത് കിട്ടിയതാ സീത. ജനകന്റെ പുത്രിയായിട്ടുള്ള ഊർമിള ലക്ഷ്മണന് വധുവായി. അതിൽ അങ്കദൻ ചിത്രകേതു 2 പുത്രന്മാർ. അതേപോലെ ഭരതൻ ഈ അനുജൻ കുശധ്വജന്റെ പുത്രി മാണ്ഡവിയെയാണ് വേലിയഴിച്ചത്. അതിൽ തക്ഷൻ പുഷ്കലൻ 2 പുത്രന്മാർ. അതേപോലെ ശത്രുഘ്നൻ കുശധ്വജന്റെ പുത്രിയായിട്ടുള്ള ശ്രുതകീർത്തിയെ വെളിയഴിച്ചു. അതിൽ സുബാഹു ശ്രുതസേന 2 പുത്രന്മാർ. പുത്രപരമ്പര പറയുന്നത് ഏറ്റവും ഒടുക്കാണ്. അത് രാജാക്കന്മാർക്ക് അങ്ങനെയാണ്, ഏറ്റവും ഒടുക്കമാണ് പുത്രൻ ഉണ്ടാവുക. പിന്നെ ഇവിടെ ശ്രീരാമന്റെ ഈ സീതയെ പരിത്യാഗം ചെയ്യുക അങ്ങനൊന്നും ഉണ്ടായില്ലോ. വാൽമീകിയുടെ ആശ്രമത്തിൽ കൊണ്ടാക്കി, അത് ഗർഭിണിയായിട്ടുള്ള സമയത്താണ്. അപ്പോൾ ആദ്യത്തെ പുത്രന്മാരുണ്ടായതും ശ്രീരാമന് തന്നെയാണ്. അതൊക്കെ അതിൻ്റെ വിധിപ്രകാരമാണ് എന്നർത്ഥം. ക്ഷമ ഒരുമിച്ചാണ് വിവാഹം കഴിച്ചത്. അതേപോലെ ഭരതൻ അങ്ങോട്ട് പോയില്ല, നന്ദിഗ്രാമത്തിൽ ഇരുന്നിട്ടാണ് 14 കൊല്ലം വസിച്ചത്. അപ്പോൾ പത്നി ബന്ധം ഉണ്ടായിട്ടില്ല. ശത്രുഘ്നൻ കൊട്ടാരത്തിലായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ശത്രുഘ്നന് ഈ ഭാര്യാബന്ധം ഉണ്ടായില്ല. ശത്രുഘ്നന് ഒടുക്കാണ് പുത്രന്മാരുണ്ടായത്. രാമായണത്തിലെ ഏറ്റവും വലിയൊരു പാഠം, ലക്ഷ്മണൻ പത്നിയോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഭരതൻ വേണമെങ്കിൽ അവിടെ പോയിട്ട് ആവാമായിരുന്നു, അത് ചെയ്തില്ല. നന്ദിഗ്രാമത്തിലാണ് ഉണ്ടായത്, അപ്പോൾ എന്നാണ് പോയില്ല. ശത്രുഘ്നൻ കൊട്ടാരത്തിലായിട്ടും ഉണ്ടായില്ല. ശ്രീരാമന്റെ കൂടെ ഈ 13.5 വർഷവും സീത ഒപ്പം ഉണ്ടായിരുന്നു, സന്താനം ഉണ്ടായില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സംയമനം, അത് എത്ര എങ്ങനെ സ്തുതിച്ചാലാ, എങ്ങനെ കൺട്രോൾ ചെയ്യണം മനസ്സിനെ, അതാണ്. ഈ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് സീതയ്ക്കാണ്. ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായത്, ഇനി ഉണ്ടാകാൻ പോകുന്നത്, അതിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം സീതയ്ക്കാണ്. ഏത് പുരാണം എടുത്താലും, ഏത് ഇതിഹാസം എടുത്താലും, ഏത് കൃതികൾ എടുത്താലും സൗന്ദര്യത്തിൽ മാക്സിമം ആണ് സീത. ആ സീത ശ്രീരാമൻ്റെ ഒപ്പം ഉണ്ടായിട്ട് 13.5 കൊല്ലം ഒപ്പം ഉണ്ടായിട്ട് സന്താനം ഉണ്ടായില്ല. അതേപോലെ തന്നെ രാവണൻ കട്ടുകൊണ്ടുപോയത് വളരെ ബഹുമാനിച്ച് അമ്മയെ പോലെ കണ്ടിട്ടാണ് രാവണൻ ഈ സീതയെ കൊണ്ടുപോയത്. കൊണ്ടുപോകുന്ന രംഗം, അതേപോലെ തൊടാതെ കണ്ട് മണ്ണോട് കൂടിയിട്ട് മണ്ണ് വിമാനത്തിൽ കയറ്റിവെക്കൽ, അവിടെ കൊണ്ടുപോയിട്ട് തനിക്ക് ഏറ്റവും വിശ്വാസമുള്ളതായിട്ടുള്ള ത്രിജടയെ പോലെയുള്ള രാക്ഷസികളെ കാവലേർപ്പാട് ചെയ്തത്, ക്രൂര സ്വഭാവമുള്ള ആ രാക്ഷസികളെ മറ്റ് ഒരാളും അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തടുക്കാൻ 4 പുറം കാവൽ നിർത്തി. അവരുടെ പേരുകളൊക്കെ ഈ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. ഒറ്റക്കണ്ണി, കുംഭവയറി, ഈ ജഡ, പ്രത്യേകമായിട്ടുള്ള ജഡ ഉള്ളത്, പിന്നെ ദംഷ്ട്രി, പല്ല്, പ്രത്യേക തരത്തിലുള്ള പല്ല്, അതിഭീകരം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഈ സീതയുടെ അടുത്തേക്ക് ഒരു രാക്ഷസനും തിരിഞ്ഞു നോക്കിയില്ല.
സ്ത്രീകൾക്ക് ഭയങ്കര ശക്തിയാണ്. രാക്ഷസന്മാരെ മറികടക്കാനുള്ള യുദ്ധം ചെയ്തിട്ട് തോൽപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അതൊക്കെ രാവണന്റെ ഈ ഉള്ളിലെ മാതൃഭാവം സീതയോടുണ്ടായിരുന്നു എന്നതാണ്. നമ്മൾ പറയണ പോലെ രാമായണം ഈ സീതയെ കണ്ടുകൊണ്ടുപോയത് ഈ കാര്യത്തിനല്ല. അതൊക്കെ കഥാസന്ദർഭമായിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ വിശദമായിട്ട് രാവണന്റെ ആത്മകഥ മുഴുവനെ പറയുന്നുണ്ട്. ശ്രീരാമനോടുള്ള ബഹുമാനം നാരദനോട് നാരദനോട് ചോദിച്ച് മനസ്സിലാക്കി. സീതയും രാമനും ഭഗവാനും ഭഗവതിയും തന്നെയല്ലേ, വിഷ്ണു ലക്ഷ്മി തന്നെയല്ലേ. അപ്പോൾ അതിനുള്ള സമാധാനമായിട്ട് ആണ് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ആ രീതിയിൽ തന്നെ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഥയിൽ നമ്മൾ നോക്കണ്ട. അതിൻ്റെ വിശദീകരണത്തിൽ വാൽമീകി രാമായണത്തിലും പറഞ്ഞിട്ടുണ്ട്, അധ്യാത്മ രാമായണത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉത്തര രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പരീക്ഷത്ത് ഈ രാമായണം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒറ്റ ശ്ലോകം കൊണ്ട് ഗുരുവർദ്ധേ ത്യക്തരാജ്യോ വ്യചരത് അനുവനം പത്മപദ്ഭ്യ. അപ്പോൾ അത് ആ ശ്ലോകമാണ് കേട്ടപ്പോൾ ഒരു ശ്ലോകം കൊണ്ട് കഴിച്ചു എന്ന് ചോദിച്ചു എന്നാണ്. അച്ഛൻ്റെ സത്യത്തെ പാലിക്കാൻ വേണ്ടിയിട്ട് രാജ്യം വിട്ട് കൊടുങ്കാട്ടിൽ ലക്ഷ്മണനോടും സീതയോടും ഒപ്പം സഞ്ചരിച്ചതായിട്ടുള്ള സീതാദേവി സുഖത്തെ അനുഭവിച്ചു എന്നാണ്. മാത്രമല്ല സീതാദേവി സേവനം ചെയ്തു എന്നാണ്. സീതാദേവി ശ്രീരാമൻ്റെ തൃപ്പാദം 12 കൊല്ലം ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് കൂടെ ഉണ്ടായിട്ടുണ്ട് കൊട്ടാരത്തിൽ, അയോധ്യയിൽ. അപ്പോൾ തലോടുമ്പോൾ എനിക്ക് വേദനിക്കണമെന്ന് പറയാത്രേ. അതിസുന്ദരിയായിട്ടുള്ള സീത, താമര കൈകളാണ്, അത്രയും മൃദുലമാണ്. ആ കൈകൾ ഈ താമരക്കാലിൽ തൊടുമ്പോൾ വേദനിക്കുന്നു എന്ന് ശ്രീരാമൻ സീതയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സീത പറയാണ്, എൻ്റെ കൈ അങ്ങയുടെ തൃപ്പാദത്തെ സ്പർശിച്ചിട്ടില്ലല്ലോ, ഞാൻ എൻ്റെ കയ്യിലുള്ള അടങ്ങിയതായിട്ടുള്ള വായുവിനെ കൊണ്ടല്ലേ ഞാൻ അങ്ങയെ തലോടുന്നത്. ഈ വായു മർദ്ദം പോലും അങ്ങയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സീത നമ്മളെപ്പോലെ തലോടി കൊടുക്കല്ലാണ്ടായത്. സീതയുടെ കയ്യിൽ അകപ്പെട്ടതായിട്ടുള്ള ആ വായു മർദ്ദം കൊണ്ടാണ് തലോടി കൊടുത്തത്. അത് വേദനിക്കണമെന്ന് പറഞ്ഞ ആ ശ്രീരാമനാണ് കല്ലിലും മുള്ളിലും ചെരുപ്പില്ലാതെ കണ്ട്. കാരണം ആരാ കൊണ്ടുപോയി? ഭാരത കൊണ്ടുപോയി ചെരുപ്പേ, മെതിയടി കൊണ്ടുപോയി. അപ്പോൾ അതിനെ അങ്ങനെ നടക്കുകയാണ്, കല്ലിലും മുള്ളിലും നടക്കുകയാണ്. ഹനുമാൻ വഴി കാണിക്കുന്നു, ദാസനായിട്ടുള്ള ഹനുമാൻ ഒപ്പമുണ്ട്. അതേപോലെ ദണ്ഡകഗാനത്തിൽ ഈ ഹനുമാനായിട്ടുള്ള സംഘം വരുന്നതിൻ്റെ മുന്നെയാണ് നടന്നത്. പിന്നെ അവസാനകാലത്ത് വനവാസത്തിൻ്റെ അവസാനകാലത്ത് ശൂർപ്പണഖ വിവാഹാഭ്യർത്ഥനയുമായിട്ട് വന്നു. ലക്ഷ്മണൻ ചെവി മൂക്കൊക്കെ അരിഞ്ഞു. ശൂർപ്പണഖ രാവണനോട് ഈ സീതയെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാമം ഉണ്ടാക്കി. അവിടെ ശൂർപ്പണഖ ഈ കാമമുണ്ടാക്കി അല്ലെങ്കിൽ ആ രീതിയിലാണ് സംസാരിച്ചത് എന്നുള്ളത് സത്യ. രാവണൻ അത് കേട്ടത് ഇത് ലക്ഷ്മിയും വിഷ്ണുവും തന്നെയാണ് എന്ന് ഉറപ്പിച്ചു. അത് പോരാഞ്ഞിട്ട് നാരദനോട് ഒന്നുകൂടി അതന്നെയല്ലേ എന്ന് ചോദിച്ചു എന്നാണ്. അതാണ് അവിടെ ഖരദൂഷണ ത്രിശിരസിനെ ഒപ്പം 14,000 രാക്ഷസന്മാരെ 3.25 നാഴിക നേരം കൊണ്ട് മുഴുവനും വധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സീതയെ രാവണൻ ബ്രാഹ്മണനായിട്ട് വന്നിട്ട് കട്ടു. അതേപോലെ ജടായു ആ സമയത്ത് ആകാശത്തിലൂടെ തന്നെ പോകുമ്പോൾ തടുക്കാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ ചന്ദ്രഹാസം കൊണ്ട് ചിറകരിഞ്ഞു. രാമനോട് ഈ വിവരം പറയണത് വരെ ആയുസ് നഷ്ടമാവില്ല എന്നും വേദന അനുഭവിക്കണ്ട എന്നും സീതയുടെ വരം ജടായുവിന് കിട്ടി. അങ്ങനെ ആകാശത്തൂടെ പോണ വഴിക്ക് ഋഷ്യമുഖ പർവ്വതത്തിൻ്റെ മീതെ കൂടെ പോകുമ്പോൾ സീത 4-5 കുരങ്ങന്മാരെ കണ്ടു. അപ്പം അതുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ഈ ആഭരണങ്ങളെ ഒരു കിഴി കെട്ടിയിട്ട് ഈ വാനരന്മാർക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ ലങ്കയിലെത്തി രാക്ഷസ സ്ത്രീകളെ വളയപ്പെട്ടുകൊണ്ട് അശോകവനികയിൽ ശിംശപാവൃക്ഷ ചുവട്ടിൽ
ഈ ശ്രീരാമൻ എപ്പോഴാണോ വരുന്നത് അതുവരെ കാത്തിരുന്നു. അതിനിടയ്ക്ക് ഹനുമാൻ ഒന്ന് വന്നു പോകുന്നുണ്ട്. വരണം നിർദ്ദേശിച്ചതായിട്ടുള്ള മാർഗത്തിൽ കൂടെ ഈ വാനരന്മാരെ സഹായത്തിന് കൂട്ടിയിട്ട് കടലിൽ സേതു ബന്ധിച്ച് ലങ്കയിലെത്തി സൈന്യത്തോടുകൂടി വാനര സൈന്യത്തോടു കൂടിയിട്ട് രാവണനെ വധിച്ചു. സീതയെ അഗ്നിശുദ്ധി വരുത്തിയിട്ട് അയോധ്യയിലേക്ക് തിരിച്ചു പോന്നു. പട്ടാഭിഷേകത്തനായിട്ടുള്ള ആ സീതാരാമേന്ദ്രന്മാര് ഹനുമാനോട് കൂടിയിട്ട് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഒറ്റ ശ്ലോകം. പിന്നെ കഥ പറയാൻ തുടങ്ങുകയാണ്. കുറച്ചുകൂടി വിസ്തരിച്ച് പറയണേ എന്ന് പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി. വിദ്യാഭ്യാസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ്, ഉപനയനം വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, പരീക്ഷകളൊക്കെ കഴിഞ്ഞിറക്കണം. അപ്പോൾ വിശ്വാമിത്രൻ അവിടെ കൊണ്ടുപോയ സമയത്ത് സുബാഹു തൊട്ടുള്ള രാക്ഷസന്മാരെയൊക്കെ വധിച്ചു. മാരീചനെ 100 യോജന കടലിലിട്ടു. രണ്ടാമതും ഒരു തവണ മാരീചൻ വരുന്നുണ്ട്. അപ്പോഴും കൊല്ലാതെ കണ്ട് വിട്ടു ശ്രീരാമൻ. ഈ ഉദ്ദേശങ്ങൾ പലതും ഉണ്ടാവണ്ട. താടകയെ ആദ്യത്തെ വധം എന്ന നിലയ്ക്ക് സ്ത്രീവധമാണ് ചെയ്തത്. അത് രാക്ഷസിയായിരുന്നു. ആ രാക്ഷസിയെ വധിച്ചു. അതും വിശ്വാമിത്രൻ പറഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ വാക്ക് കേട്ടു എന്നാണ്. അപ്പോൾ സ്ത്രീഹത്യ പാതകമല്ലാതെ കണ്ട് ശ്രീരാമൻ രക്ഷപ്പെട്ടു. പിന്നെ അഹല്യാമോക്ഷം പറഞ്ഞു. പോണ വഴിക്ക് ബല അതിബല എന്ന ധർമ്മ തൽപരത, അതേപോലെ തന്നെ മനസ്സിന് ഒരു ബലം കിട്ടാനായിട്ട്, യാത്രാക്ഷീണം ഇല്ലാത്ത ഒരവസ്ഥയിൽ വിശപ്പ് ദാഹം സഹിക്കാനുള്ള കഴിവ്, അതാണ് ഈ ബല അതിബല. അത് വിശ്വാമിത്രൻ കൊടുത്തു. സീതാ സ്വയംവര പരീക്ഷയ്ക്ക് ത്രംബകം എന്ന ശിവധനുസ് പൊട്ടിച്ചു. സീതയെ വേളി കഴിച്ചു. പിന്നെ ഗൗതമ അഹല്യാപുത്രനായിട്ടുള്ള ശതാനന്ദൻ, ഈ ജനക പുരോഹിതൻ മഹാഋഷിയാണ്. അദ്ദേഹം ഗൗതമൻ്റെ മകനാണ്, അഹല്യയുടെ പുത്രനാണ്. പുരോഹിതനായിക്കൊണ്ടാണ് ആ വേളി 4 വേളിയും ഒരുമിച്ച് നടത്തിയത്. മടക്കം പരശുരാമനിൽ അയോധ്യയിൽ അങ്ങോട്ട് വധുവരന്മാർ ഒരുമിച്ച്, ദശരഥനുണ്ട്, അമ്മമാരുണ്ട്, എല്ലാവരും കൂടിയിട്ടാണ് യാത്ര. വഴിക്ക് വെച്ച് പരശുരാമനെ കണ്ടു കഴിഞ്ഞപ്പോൾ വൈഷ്ണവ തേജസ് പരശുരാമനിൽ നിന്ന് ശ്രീരാമൻ സ്വീകരിച്ചു. പിന്നെ 12 കൊല്ലം അയോധ്യയിൽ വസിച്ചു. ആ സമയത്ത് യോഗവാസിഷ്ടം, ജ്ഞാനവാസിഷ്ടം എന്ന വലിയ ബൃഹത്തായിട്ടുള്ള രാമായണത്തെ പഠിച്ചു. രാമൻ്റെ കഥ പറയുന്ന സമയത്ത് രാമായണത്തെ ശ്രീരാമൻ സീതയും പഠിച്ചിട്ടുണ്ട്, ശ്രീരാമൻ പഠിച്ചു എന്നാണ്. ശ്രീരാമൻ മാത്രമല്ല, കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ട്, 4 ആളും പഠിച്ചിട്ടുണ്ട്. അതാണ് വസിഷ്ഠനാണ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സീത ചോദിക്കുന്നുണ്ട്, ഈ കൈകേയി പറഞ്ഞിട്ട് അച്ഛൻ്റെ ആറ്റിനെ കേൾക്കാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് പോകുമ്പോൾ ശ്രീരാമൻ പറഞ്ഞു സീത കൂടെ പോരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങ് പഠിച്ച ഏതെങ്കിലും രാമായണത്തിൽ സീതയെ കൂടാതെ കണ്ട് വനത്തിലേക്ക് പോയിണ്ടോ രാമൻ? അപ്പോൾ ഒരു രാമായണമല്ല പഠിച്ചുള്ളൂ, പിന്നെ ഈ രാമായണം പഠിച്ചിട്ടുണ്ട്. ഞാനും പഠിച്ചിട്ടുണ്ട് രാമായണം, മിഥിലേന്ന്, ഇവിടുന്നല്ല കേട്ടോ, ഇവിടുന്ന് പഠിച്ചിട്ടുണ്ടാവാം, അങ്ങനല്ല. അപ്പം അതുകൊണ്ട് ഞാനും ഉണ്ട് കൂടെ. ആ ശരി, പോന്നോളൂ. ഞാനില്ലാതെ കണ്ട് അങ്ങയുടെ വനവാസ ഉദ്ദേശം നടക്കുമോ എന്നാ ചോദിച്ചത്. നടക്കില്ലല്ലോ. അപ്പോൾ രാമായണം ശ്രീരാമൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ദേവാസുര യുദ്ധരംഗത്ത് ഈ രഥചക്രം അത് ഊരിപ്പോകുന്ന ഒരു രംഗം വന്നു കഴിഞ്ഞപ്പോൾ കൈകേയി ഒപ്പം ഉണ്ടായിരുന്നു രഥത്തിൽ. അതുകൊണ്ട് കൈകേയി അവിടെ ആണി പോലെ തൻ്റെ ചെറുവിരൽ ആ ചക്രം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തുളയിലിട്ടു എന്നും. യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൈ ഇങ്ങനെ മുറിഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോൾ ദശരഥൻ കൈകേയിയോട് ചോദിച്ചു, എന്താ പറ്റിയേ ചോദിച്ചു. ഇപ്പം ഇങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. എന്നാൽ എന്താ വരം വേണ്ട ചോദിച്ചു. ഇപ്പം വേണ്ട, പിന്നെ മതി പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇവിടെ 12 കൊല്ലം കഴിഞ്ഞ സമയത്ത് വസിഷ്ഠൻ പറഞ്ഞു ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിൽ ഒരുക്കം ചെയ്യാമെന്ന്. അപ്പോൾ കൈകേയിയുടെ പുത്രൻ ഭരതനും സുമിത്രയുടെ പുത്രൻ ശത്രുഘ്നനും കൂടിയിട്ട് യുധാജിത്ത്, മറ്റേ കൈകേയിയുടെ സഹോദരൻ അല്ലെങ്കിൽ അച്ഛൻ കൂട്ട അമ്മാതയ്ക്ക് പോയെടുക്കുക കുട്ടികളെ. അപ്പോൾ അവിടെ കുട്ടികളില്ല. ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടന്നു കഴിഞ്ഞാൽ വനവാസം നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ദേവന്മാർ സരസ്വതിയെ ചെന്ന് പ്രാർത്ഥിച്ചു, വാക്ക് പഴിപ്പിക്കണേ എന്ന് പറഞ്ഞു, മനസ്സിൽ വിപരീതം തോന്നിക്കണേ എന്ന് പ്രാർത്ഥിച്ചു.
മന്ധരയിലൂടെ അത് സാധിച്ചു. മന്ധര പറഞ്ഞു, കൈകേയിയെ നീയെ നിനക്ക് വിവരമില്ല, എൻ്റെ പുത്രൻ ഇല്ലാത്ത സമയത്ത് രാമനെ ഇതാ രാജാവാക്കണം, നീ ആ 2 വര ആവശ്യപ്പെട്ടോ എന്ന് പറഞ്ഞു. അതിൽ കുടുങ്ങി. കൈകേയി വിസ്തരിച്ച് വേണ്ട രീതിയിൽ ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല. കാരണം സരസ്വതി പ്രവേശിച്ചത് കൊണ്ട് ബുദ്ധി മറച്ചു. ദശരഥനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ മകനെ രാജാവാക്കണം, അങ്ങ് ശ്രീരാമനെ വനത്തിലേക്ക് പറഞ്ഞയക്കണം 14 കൊല്ലം. ഡിമാൻഡ് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയുണ്ടായില്ല. പിറ്റേ ദിവസം തന്നെ പറഞ്ഞയച്ചു. അതാണ്. ഏതായാലും ആ വനവാസത്തെ അത് വരമായിട്ട് വാങ്ങി സീതയും ലക്ഷ്മണനും രാമനും കൂടിയിട്ട് മുനിവേഷത്തിലെ കാട്ടിലേക്ക് പോയി. അങ്ങനെ ഗംഗ കടന്നു. ഗംഗ കടക്കുന്ന സമയത്ത് ദേവി ഗംഗയെ നമസ്തുഭ്യം സ്തുതിച്ചു സീത. ഗംഗയെ മറികടക്കുമ്പോൾ നമുക്ക് സ്വതേ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് അനുവാദം ചോദിച്ചിട്ട് വേണം, തിരിച്ചു വരുമ്പോൾ പൂജിക്കാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗംഗാരതി ഇത്രയും വിപുലമാവാനുള്ള കാരണം സീത ഗംഗയെ പൂജിച്ചതുകൊണ്ടാണെന്ന് പറയാറുണ്ട്. അങ്ങനെ ഗംഗയെ നമസ്കരിച്ചുകൊണ്ട് ഈ ഗുഹൻ ശ്രീരാമനെയും സീതയും ലക്ഷ്മണനെയും ഗംഗ കടത്തിവിട്ടു. സിദ്ധാശ്രമം എന്നുള്ള ഭരദ്വാജ ആശ്രമത്തിൽ എത്തി. അവിടെ ചിത്രകൂടത്തിൽ വസിച്ചോളാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്താണ് ഇവിടെ ദശരഥൻ അവിടെ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്. അപ്പോൾ വല്ലാത്തൊരു മനപ്രയാസം വന്നു. വസിഷ്ഠൻ സഹായിക്കാനും ഉപദേശിക്കാനൊക്കെ ശ്രമിച്ചാലും പറ്റിയില്ല. ഹാർട്ട് അറ്റാക്ക് വന്നു, മരിച്ചു. ഭരതൻ ആളുപോയി. ഭരതനെ കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛൻ്റെ മരണം കേട്ടതോട് കൂടിയിട്ട് ആകെ വിഷമായി. അമ്മയെ വഴക്ക് പറഞ്ഞു. കൈകേയി ഇവിടെ തെറ്റുകാരിയാണോ എന്ന് ഒരു ചോദ്യം. കൈകേയി ഈ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ, സരസ്വതിയാൽ പ്രേരിതയായിട്ട് ഈ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ രാമായണം ഒരുപക്ഷെ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഭരദ്വാജൻ്റെ ഈ കൈകേയിയുടെ ഈ തെറ്റ് അവിടെ ഒരിക്കലും വിഷമമല്ല എന്ന് സാരം. ദേവഹിതം ആണ്, അതുകൊണ്ട് സംഭവിച്ചാണ്. കൈകേയി ഒരിക്കലും തെറ്റുകാരിയല്ല എന്നുള്ളത് ഗുഹൻ്റെ അടുത്ത് വെച്ച് ഈ രാമൻ ഒരു സംഘർഷമൂർത്തി, അതായത് ലക്ഷ്മണൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് എവിടെയാ എന്നുള്ളതിങ്ങനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് സാരം. ഗുഹനോടാണ് ലക്ഷ്മണൻ പറയണത്, കൈകേയി ഇതിൽ തെറ്റുകാരിയല്ല, നമ്മുടെ കർമ്മഫലമാണ് എന്ന്. എന്നിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ കൈകേയി കുറ്റപ്പെടുത്താറുണ്ട്. അപ്പോൾ രാമായണം മുഴുവനെ വായിക്കുമ്പോൾ ഈ രംഗം നല്ലോണം ഓർത്തിട്ട് വേണം വായിക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ വായിക്കുമ്പോൾ ഇത് അണ്ടർലൈൻ ചെയ്തിട്ട് അത് VIP ആണ്, നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം കർമ്മം ആണ് ഈ ലക്ഷ്മണൻ. അപ്പം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇത് ഇങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഈ ചിത്രകൂടത്തിൽ വസിക്കാൻ വേണ്ടിയിട്ട് ഭരദ്വാജൻ സിദ്ധാശ്രമത്തിൽ ഇരുന്നിട്ടാണ് പറയണത്. അപ്പോൾ ഭരദ്വാജൻ്റെ ഒരു സ്തുതിയൊക്കെ ഉണ്ട്, ഉപദേശമുണ്ട്. അതേപോലെ പിന്നീട് വാൽമീകിയുടെ ആശ്രമത്തിലെത്തുക, അവിടെ സ്തുതിയുണ്ട്, ഉപദേശമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള 1-2 ശ്ലോകം. സദാ മേ സീതയാ സാർത്ഥം ഹൃദയേ വസ രാഘവ ഗച്ഛതസ്തിഷ്ഠതോവാപി സ്മൃതി സ്യാൻ മേ സദാ ത്വയി. സീതയോടൊപ്പം എൻ്റെ ഹൃദയത്തിൽ രാഘവൻ വസിക്കണേ, നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും എല്ലാ സമയത്തും. അതേപോലെ രാമം രാമാനുജം സീതാം ഭരതം ഭരതാനുജം സുഗ്രീവം രാമദൂതം ച പ്രണമാമി പുനഃ. രാമനെയും ലക്ഷ്മണനെയും സീതയെയും ഭരതനെയും ശത്രുഘ്നെയും സുഗ്രീവനെയും ഹനുമാനെയും സദാസമയത്തും പ്രണമിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊക്കെ അധ്യാത്മരാമായണത്തിലുള്ള ശ്ലോകങ്ങളാണ്. തുടങ്ങുന്നത് തന്നെ രാമം വിശ്വമയം വന്ദേ രാമം വന്ദേ രഘോദ്വഹം രാമം വിപ്രവരം വന്ദേ രാമം ശ്യാമാഗ്രജം ഭജേ എന്നാണ്. സദാസമയത്തും രാമന്മാരെ ഒക്കെ ഓർക്കണമെന്നാണ്. ശ്രീരാമൻ, അതേപോലെ തന്നെ പരശുരാമൻ, ബലരാമൻ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ രാമന്മാരും, പരശുരാമൻ, ബലരാമൻ, ശ്രീരാമൻ, ഇങ്ങനെ സദാസമയത്തും. ഇനി രാമ അഗ്രജം, ശ്രീകൃഷ്ണൻ ബലരാമൻ്റെ അനുജൻ, അതും വേണം.
ശ്രീകൃഷ്ണനെയും വേണം. അതേപോലെ ഈ ശ്രീകൃഷ്ണൻ്റെ ഏട്ടനായിട്ടുള്ള രാമനെയും വേണം. അപ്പം ഇങ്ങനെ പലതും രഘുകുലത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച രാമൻ. അപ്പം ഇവിടെ കാട്ടിലെത്തി കൊടുങ്കാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ പോണ വഴിക്കാണ് ഈ വിരാധവധം ഒക്കെ നടക്കുന്നത്. ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് ഒരു രാക്ഷസനായി ചേർന്ന ഒരു വിദ്യാധരൻ അങ്ങനെ വിരാധനായി അദ്ദേഹത്തെ വധിച്ചു, മുക്തി കൊടുത്തു. പിന്നെ കബന്ധവധം, അതൊരു ഗന്ധർവനായിരുന്നു, അഷ്ടാവക്ര ശാപത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു കബന്ധനായിട്ട് തീർന്നു. ഇന്ദ്രൻ ഒരു അടി കൊടുത്തപ്പോൾ, ഒരു കിഴുക്ക് കൊടുത്തപ്പോൾ തല വയറ്റിലേക്ക് ഇറങ്ങിപ്പോയി. കാലും തലയും ശരീരത്തിലേക്ക് ഇറങ്ങി, വയറ്റിലേക്ക് ഇറങ്ങിയെന്നാ. കാല് മുകളിലേക്ക് കയറി, തല താഴത്തേക്ക് ഇറങ്ങി. പിന്നെ ബ്രഹ്മാവിൻ്റെ വരാണ് മരിക്കില്ല എന്നുള്ളത്. അപ്പോൾ കൈകൾക്ക് നീളം കൂട്ടി കൊടുത്തു. ഒരു വഴിയിൽ കിടക്കുകയാണ്. അപ്പോൾ ആ വഴി കൂടെ വരണേനെയൊക്കെ പിടിച്ചു തിന്നും. അങ്ങനെയാണ് ശ്രീരാമനും ലക്ഷ്മണനും ഓരോ കൈകൾ വെട്ടി ശ്രീരാമൻ മുക്തി കൊടുത്തു. കബന്ധനെയും അങ്ങനെ മുക്തരാക്കി. പിന്നെ പഞ്ചവടി പ്രവേശമാണ് ദണ്ഡക ഗാനത്തിൽ, കൊടുങ്കാട്ടിലെന്നർത്ഥം. അവിടെ സുദീക്ഷണനെ കണ്ടു, അഗ്നിവർണ്ണനെ കണ്ടു, അഗസ്ത്യൻ്റെ അനുജനെ, പിന്നെ അഗസ്ത്യ മഹർഷിയെ കണ്ടു. അവിടെ താരക ബ്രഹ്മം ആയിട്ടുള്ള രാമമന്ത്രത്തിൻ്റെ ഓങ്കാരത്തിൻ്റെ വിശദീകരണം വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കണു. പിന്നെ അഗസ്ത്യൻ പറഞ്ഞിട്ട് അവിടെ ഈ പഞ്ചവടിയിലാണ് അനവധി കാലം 13 കൊല്ലം 13.5 കൊല്ലം അവിടെ താമസിച്ചതെന്ന് പറയാണ്, അല്ലെങ്കിൽ 13 കൊല്ലം എന്തായാലും. പിന്നെ ആണ് ശൂർപ്പണഖ വന്നതും വിവാഹാഭ്യർത്ഥന നടത്തിയതും. ശൂർപ്പണഖയുടെ വരവിന് ഒരു പ്രത്യേകത ഉണ്ട്. ശൂർപ്പണഖയുടെ ഭർത്താവിനെ രാവണൻ അബദ്ധവശാൽ കൊന്നതാ. അപ്പോൾ ശൂർപ്പണഖ പറഞ്ഞു, എനിക്ക് ഭർത്താവ് വേണമെന്ന്. നിനക്ക് ഇഷ്ടമുള്ള ആളെ നീ വിവാഹം കഴിച്ചോ, ആളെ കാണിച്ചെന്നാൽ മതി, സമ്മതിച്ചില്ലാച്ചാൽ ഞാൻ വന്നിട്ട് വിവാഹം നടത്തി കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഈ രാമൻ്റെ കാലടിപ്പാദങ്ങൾ, കാലടി പതിഞ്ഞ അവിടെ അടയാളങ്ങൾ കണ്ടു. വജ്രാങ്കുശ ധ്വജ സരോരുഹ യവാദികളെ കണ്ടപ്പോൾ ഇത് സുന്ദരനാണല്ലോ എന്ന് തോന്നി. അപ്പോൾ ആ രാക്ഷസിയുടെ കഴിവൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ശൂർപ്പണഖ തെരഞ്ഞ് ഈ ആശ്രമത്തിലെത്തി. ശ്രീരാമനെ കണ്ടു, ലക്ഷ്മണനെ കണ്ടു. ശ്രീരാമനാണ് കൂടുതൽ സുന്ദരൻ, കറുപ്പാണെന്ന് മാത്രമേ ഉള്ളൂ. രാക്ഷസിയും കറുപ്പാണല്ലോ. അപ്പോൾ നല്ല വേഷത്തിൽ ചെന്ന് വിവാഹാഭ്യർത്ഥന നടത്തി. അപ്പോൾ ആളെ നോക്കിയപ്പോൾ ആൾ ശരിയല്ല എന്ന് മനസ്സിലായി. ഏകപത്നി വ്രതമാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കില്ല, എൻ്റെ അനുജൻ നിൽക്കേണ്ട, അവിടെ ചെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിസുന്ദരനായിട്ട് വെളുത്ത നിറത്തിലാണ് ലക്ഷ്മണൻ നിൽക്കുന്നത്. ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞു. അപ്പം നീ ദാസിയാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദാസ്യഭാവം ഒന്നും രാക്ഷസിക്ക് പറ്റില്ല, രാവണൻ്റെ സഹോദരിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു 5-6 വട്ടം അങ്ങോട്ട് കൊണ്ട് നടത്തിയത്രേ. ഈ രാക്ഷസിയുടെ ഭാവം ലളിതമായിട്ടാണ് വന്നിരുന്നത്. ചുണ്ടിയെടുത്തു, രാക്ഷസിയായിട്ട് ചെന്ന് മറ്റേ സീത തിന്നാൻ വേണ്ടി ചെന്നു. അപ്പോഴാണ് ലക്ഷ്മണൻ ഈ മൂക്കും ചെവിയൊക്കെ അരിഞ്ഞത്. അപ്പോൾ വേദന സഹിക്കാൻ വേണ്ട അവിടെ നിന്ന് ഓടി ഖരദൂഷണന്മാരോട് കാര്യം പറഞ്ഞു. അവരൊന്നിച്ച് യുദ്ധത്തിന് വന്നു. 3.25 നാഴിക കൊണ്ട് ഈ ഖരദൂഷണ ത്രിശിരസും 14,000 രാക്ഷസന്മാരും വധിച്ചു. അവരെ മുഴുവൻ കൊന്നു. ഈ ശൂർപ്പണഖ നേരെ രാവണൻ്റെ അടുത്തെത്തി. സീത സുന്ദരിയാണ്, വേണിച്ചാൽ പോയിട്ട് വെളിവെച്ചോളൂ, ഖരദൂഷണന്മാരൊക്കെ വധിക്കപ്പെട്ടിരിക്കണു, ശ്രീരാമൻ ചില്ലറക്കാരനല്ല എന്നും പറഞ്ഞു. നേരിട്ട് പോണ്ട, കട്ടുകൊണ്ടെന്നുള്ളതാണ് നല്ലത് എന്നും പറഞ്ഞു. ഏതായാലും രാവണനും അത് തന്നെ ചിന്തിച്ചു. അങ്ങനെ രാവണൻ മാരീചനെ ചെന്ന് കണ്ടു. അവിടെ പോയിട്ട് പൊന്മാനായിക്കോളൂ, രാമനെയും ലക്ഷ്മണനെയും അകറ്റിക്കോളൂ, ഞാൻ സീതയെ കൊണ്ടുവരികയാണ്. അപ്പോൾ മാരീചൻ പറഞ്ഞു, രകാരം മകാരം അങ്ങനെയുള്ള 2 അക്ഷരം കേട്ടാൽ തന്നെ എനിക്ക് പേടിയാണ്. അങ്ങ് ലോകരാജാവൊക്കെ തന്നെയാണ്, അല്ലാന്ന് പറയണില്ല, പക്ഷേ രാമൻ്റെ അടുത്തേക്ക് പോണ്ടാക്കിയാൽ നല്ലത്. കൊല്ലും ഉറപ്പാണ്, രാമൻ കൊല്ലും അങ്ങേ. അപ്പം അതുകൊണ്ട് നേരിട്ട് പോണ്ടാന്ന് പറഞ്ഞു. ഓ ശരി, എന്നാൽ നേരിട്ട് പോകണില്ല, നീ എന്തായാലും അവരെ അകറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അകറ്റിയത്. ഏതായാലും അകറ്റിയപ്പോൾ ബ്രാഹ്മണ വേഷത്തിൽ ചെന്നിട്ട് സീതയെ കട്ടുകൊണ്ടു പോന്നു. അതിൽ അകറ്റുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. പൊന്മാനായിട്ട് നിന്നപ്പോൾ സീത പറഞ്ഞു, എനിക്ക് ആ മാന്യ വേണമെന്ന്. അപ്പോൾ രാമൻ പറഞ്ഞു, അത്ര ശരിയല്ല തോന്നുന്നുണ്ട്,
അതും പറ്റിലേക്ക് അതിനെ വേണം എന്നായി വാശി പിടിച്ചു. അപ്പോൾ രാമൻ പോയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല. പക്ഷേ ഒരു ഒച്ച കേട്ടു, രാമന്റെ ശബ്ദത്തിൽ ലക്ഷ്മണ രക്ഷിക്കണേ. അപ്പം എന്താ വിഷയിച്ചാൽ, ഒരു ദൂരപരിധി കഴിഞ്ഞപ്പോൾ കാണില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ രാമൻ മാരീചനെ കൊന്നു. അപ്പോൾ മാരീചൻ മായ കാണിച്ചു. എന്നിട്ട് രാമന്റെ ശബ്ദത്തിൽ ലക്ഷ്മണ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. സീത അത് കേട്ടു. ഇതന്നെയാ താപ്പ്. ഇല്ലെങ്കിൽ രാവണന് കൊണ്ടുപോകാൻ പറ്റില്ല ലക്ഷ്മണൻ ഇവിടെ ഉണ്ടെങ്കിലേ. ലക്ഷ്മണ, നീ എന്താ ഇവിടെ നിൽക്കണത്? ഏട്ടൻ കരയണ് കണ്ടില്ലേ, ഒന്ന് ചെന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടനൊന്നും പറ്റില്ല എടുത്തിയമ്മേ, ഞാൻ ഇവിടെ കാവലെന്നോളാം, ഏട്ടപ്പോൾ വരും. അത് മറ്റേ മാരീചനാണോ അല്ലെങ്കിൽ അസുരനാണ്, രാക്ഷസനാണ്, കാപട്യം കാണിക്കുകയാണെന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല, നീ ഇപ്പോൾ രാമൻ മരിച്ചിട്ട് എന്നെ കല്യാണം കഴിക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ എന്തായാലും അതിന് വഴങ്ങി തരില്ല എന്ന് പറഞ്ഞു. ചെവി പൊത്തി ലക്ഷ്മണൻ. അത് കഴിഞ്ഞിട്ട് ഒരു ലക്ഷ്മണ രേഖ, ഒരു വട്ടം വരച്ചു. ഇവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് കടക്കരുത് കേട്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി രാക്ഷസനല്ല ആരായാലും കടക്കൂല. അങ്ങനെ ഒരു ലക്ഷ്മണ രേഖ വരച്ചു. അത് ലക്ഷ്മണൻ പിന്നാലെ പോയി, ആ രാമനെ അന്വേഷിച്ച് പോയി. ആ സമയത്ത് ഇവിടെ ബ്രാഹ്മണൻ വന്നു. അപ്പോൾ ബ്രാഹ്മണനുമായിട്ട് വരുമ്പോൾ ആദിത്യ പൂജയും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ ചെയ്തു സീത. അപ്പോൾ കഴിക്കാനുള്ള ആഹാരം കൊടുക്കാനേ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, ഇങ്ങോട്ട് പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞു. ബ്രാഹ്മണനല്ലേ വിചാരിച്ചിട്ട് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നതോട് കൂടിയിട്ട് ഈ ബ്രാഹ്മണൻ്റെ വേഷം മാറി രാവണനായി, 10 തലയൊക്കെ കാട്ടിയിട്ട്. എടുക്കാൻ നോക്കിയപ്പോൾ പറ്റിയില്ല. അപ്പം മണ്ണോട് കൂടിയിട്ട് എടുത്തു. എന്നിട്ട് സീതയെ വിമാനത്തിൽ വെച്ചു, പുഷ്പക വിമാനത്തിൽ. അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് ജടായുവിനെ കണ്ടത്. ജടായു യുദ്ധം ചെയ്തു. ജടായുവിൻ്റെ ചിറകരിഞ്ഞു. സീത അനുഗ്രഹിച്ചു, രാമനെ കാണുന്നവരെ മരിക്കില്ല, വേദന ഉണ്ടാവില്ല, മുക്തി കിട്ടും എന്നും പറഞ്ഞു. വീണ്ടും യാത്രയാവുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഋഷ്യമുഖാചലത്തിൽ ഹനുമാനാദികൾ ഇരിക്കണം. ഹനുമാൻ, അങ്കദൻ, മറ്റേ ജാമ്പവാൻ ഒക്കെ ഇരിക്കുന്നുണ്ട്. സുഗ്രീവൻ, പിന്നെ നളനോ നീലനോ അങ്ങനെ ഒരാളും കൂടി ഇരിക്കുന്നുണ്ട്. 5 ആൾ ഇരിക്കുന്നുണ്ട് അവിടെ. ഏതായാലും അവർക്ക് ഈ ആഭരണങ്ങളൊക്കെ അയച്ചിട്ട് ആ ഉത്തരയിൽ നിന്ന് ഒരു കഷ്ണം ചീന്തിയിട്ട് കിഴി കെട്ടിയിട്ട് ഇട്ട് കൊടുത്തു. അവരത് സ്വീകരിച്ചു, അവർ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ സീത ആകാശത്ത് കൂടെ ലങ്കയിലെത്തുന്നു. അതേപോലെ രാമനും ലക്ഷ്മണനും കൂടിയിട്ട് തിരിച്ചു വരുന്നു. ഇവിടെ സീതയെ കാണാനില്ല, അന്വേഷിച്ചു കൊണ്ട് പോകുന്നു. പോണ വഴിക്ക് ജടായുവിനെ കാണുന്നു. ജടായു അസുരനാണോ എന്ന് സംശയിച്ച് വില്ലെടുത്തപ്പോൾ, ഞാൻ ജടായുവാണ്, എനിക്കിതാ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. രാമനെ കണ്ട് കാര്യം പറഞ്ഞു, മുക്തി കിട്ടി. അപ്പോൾ ശേഷക്രിയാദികളൊക്കെ ചെയ്ത് ഈ പിണ്ടം വെച്ചു എന്നാണ്. അപ്പോൾ അവിടെ മാനിൻ്റെ മാംസം കൊണ്ട് പിണ്ടം വെച്ചു എന്നാണ്. അവിടെ അച്ഛൻ ദശരഥൻ മരിച്ച സമയത്ത് ഈ ശ്രീരാമൻ ഓടപ്പഴപ്പിണ്ടം കൊണ്ട് ആണ് പിതൃക്കൾക്ക് പിണ്ടം വെച്ചത്, അച്ഛന് പിണ്ടം വെച്ചത്. ആ സമയത്താണ് ഈ പാതുകം കൊടുത്തിട്ട് നന്ദി ഗ്രാമത്തിൽ വസിക്കുള്ളൂ ഞാൻ എന്നല്ല പറഞ്ഞ ആ ഭരതനെ വസിഷ്ഠനെ കൊണ്ട് രാമതത്വത്തെ പറഞ്ഞ് മനസ്സിലാക്കി ഈശ്വരനാണ് എന്ന് പറഞ്ഞു. ഉദ്ദേശം രാവണവധാണ് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെയാണ് നന്ദി ഗ്രാമത്തിൽ എത്തിയത്. ശത്രുഘ്നൻ ഭരിച്ചു. ഭരതൻ രാജാവായിട്ട് മേൽനോട്ടം നോക്കി. എല്ലാ ദിവസവും കണക്ക് മെതിയടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞ് രാമരാജ്യം പോലെ ഭരിച്ചു. ആ രാജ്യത്തിൽ 10 ഇരട്ടിച്ച് വർധനവുണ്ടാവുകയും ചെയ്തു, എല്ലാ വസ്തുക്കളും. അങ്ങനെയാണ്. അങ്ങനെ ഇവിടെ കാട്ടിൽ കബന്ധമോക്ഷമൊക്കെ കഴിഞ്ഞ് ശബരിക്ക് മുക്തി കൊടുത്തു. ശബരി കൊടുത്തുള്ള ആ ഫലം സ്വീകരിച്ചുകൊണ്ട് മാതംഗമുനിയെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു. പിന്നെ ഹനുമാനുമായിട്ട് സഖ്യമായിക്കോട്ടെ എന്ന് പറഞ്ഞു. സുഗ്രീവൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അഗ്നിസാക്ഷിയായിട്ട് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തു. അങ്ങനെ ബാലിയെ വധിക്കണമെന്ന് സുഗ്രീവൻ പറഞ്ഞു. ബാലിയെ വധിക്കാമെന്ന് ഏറ്റു. സീത അന്വേഷണത്തിന് സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആവാമെന്ന് പറഞ്ഞു. രണ്ടുപേരും സഖ്യം ചെയ്തു. അത് കഴിഞ്ഞ് ദുന്ദുഭിയുടെ തല വളരെ ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് വെറും കാലിൻ്റെ പെരുവരലുണ്ട്. അതേപോലെ തന്നെ 7 സാലവൃക്ഷങ്ങളെ ഒറ്റ ശരം കൊണ്ട്, വട്ടത്തിൽ നിൽക്കുന്ന ആ സാലവൃക്ഷങ്ങളെ ഒറ്റ ശരം കൊണ്ട് വീഴ്ത്തി രാമൻ്റെ വീര്യത്തെ കാണിച്ചു. ഭാര്യയെ കൊന്നു. സീതാന്വേഷണമൊക്കെ നന്നായിട്ട് ചെയ്താം എന്ന് സഹായം പറഞ്ഞു. പിന്നെ സീത ലങ്കയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. കവികളെ വിളിച്ചു. ഹനുമാൻ നിർദ്ദേശിച്ചാണ് എല്ലാവരും വന്നത്. എല്ലാ ദിക്കിലേക്കും അന്വേഷണത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. ഹനുമാനെ തെക്കേ ദിക്കിലേക്ക് അടയാള മോതിരമടക്കം കൊടുത്തുകൊണ്ട് പറഞ്ഞയക്കണു. സ്വയംപ്രഭയെ കാണുന്നു. ഹനുമാനാദികൾക്ക്
കടലിൻ്റെ അവിടേക്ക് എത്താനുള്ള കുറേ കാര്യങ്ങൾ സ്വയം പ്രഭാ ചരിതത്തെയൊക്കെ അവിടെ വിസ്തരിച്ച് പറയുന്നു. പിന്നെ കടലിൻ്റെ അടുത്ത് വെച്ചിട്ട് സമ്പാദിയെ ദർശിക്കുന്നു. സമ്പാദി ഈ രാമൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിറക് പോയിണ്ടായിരുന്നു, ചിറക് മുളച്ചു. സീത ലങ്കയിൽ ഇരിക്കുന്നത് കണ്ടു, അത് പറഞ്ഞു. ആരെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സീതയെ കാണാൻ സാധിക്കുമെന്നെല്ലാം പറഞ്ഞു. അവിടെ നിന്ന് പറന്നു പോകുന്നു. പിന്നെ ജാമ്പവാൻ പറഞ്ഞ് ഹനുമാന്റെ ഈ കഴിവുകൾ മുഴുവനെ കുട്ടിക്കാലത്ത് ഇന്ദ്രൻ്റെ വജ്രപ്രയോഗം കാരണം, ഹനുമാൻ കുട്ടിക്കാലത്ത് സൂര്യനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് ചെന്നു, പഴാണോ വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് ഹനുവിൽ, അതായത് താടിക്ക് ഒരു പ്രയോഗം, താടിക്ക് താടനം ചെയ്തു എന്നാണ്. അത് ഒരടയാളമായിട്ട് ഹനുമാനിലുണ്ട്. ആ ഹനുമാനോട് പിന്നീട് എപ്പോഴാണോ മറ്റൊരാൾ ഇത് ഓർമ്മിക്കുന്നത് അതുവരെ ശക്തിയില്ലാണ്ട് പോട്ടെ എന്ന്, ഹനുമാൻ്റെ ഈശ്വര അംശം, ഈശ്വര കഴിവുകളൊക്കെ ഉണ്ട്, അത് ഓർമ്മ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ജാമ്പവാൻ ഈ സമയത്ത് അത് ഓർമ്മിപ്പിച്ചു. ഹനുമാന് സമുദ്രലംഘനത്തിനുള്ള ശക്തി കിട്ടി, വായുവിനെ പോലെയുള്ള വേഗത, അതേപോലെ കഴിവുകൾ, ഈശ്വരൻ്റെ ശങ്കരാംശമാണല്ലോ, അപ്പോൾ ശങ്കരൻ്റേതായിട്ടുള്ള കഴിവുകളെല്ലാം കിട്ടി. അങ്ങനെ പോണ വഴിക്ക് സുന്ദരകാന്ഡത്തിൻ്റെ കഥ പറയാണ്. പോണ വഴിക്ക് നാഗമാതാവായിട്ടുള്ള സരസ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇന്ദ്രനാണ് പരീക്ഷിക്കാൻ വേണ്ടി ചെന്നത്. ശരീരം വലുതാക്കിയിട്ട് ഹനുമാനെ വിഴുങ്ങാൻ ചെന്നു. ഹനുമാൻ വായയുടെ ഉള്ളിൽ കൂടെ ചെവി അകത്തേക്ക് കിടന്നു, ചെവിയുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോയി. അമ്മേ, ഞാൻ അമ്മയുടെ മകനാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അനുഗ്രഹിച്ച് സരസ വിട്ടു. അതിനുശേഷം മൈനാകം വന്നു. സഗരൻ്റെ വംശത്തിൽപ്പെട്ടതായതുകൊണ്ട് സഹായിക്കാൻ എന്ന് വർണ്ണന പ്രേരിതനായിട്ടാണ് വന്നത്. ശ്രീരാമൻ ക്ഷണം സ്വീകരിച്ചു. ഞാൻ വിശ്രമിക്കണില്ല, രാമൻ്റെ കാര്യമായതുകൊണ്ട് എന്ന് പറഞ്ഞ് ഹനുമാൻ വീണ്ടും യാത്രയായി. പിന്നെ സിംഹിക നിഴൽ പിശാച്, അത് സമുദ്രത്തിൻ്റെ അടിയിൽ നിന്നിട്ട് ഈ മുകളിൽ കൂടെ പോകുന്ന നിഴൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് വലിച്ചാൽ, ആ പക്ഷി അയച്ചാൽ അങ്ങോട്ട് താഴത്തേക്ക് വരും. അപ്പോൾ ഹനുമാനെ പിടിച്ച് വലിച്ചപ്പോൾ ഹനുമാൻ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. താഴത്തേക്ക് നോക്കിയപ്പോൾ സിംഹികയെ കണ്ടു, നിഴൽ പിശാചിനെ. കാലുകൊണ്ടൊരു ചവിട്ട് കൊടുത്ത് അതിനെ വലിച്ചു, മുക്തി കൊടുത്തു. അതിനുശേഷം ലങ്കാലക്ഷ്മിയുടെ അവിടെ എത്തി. ലങ്കയുടെ ദ്വാരത്തിലെത്തി. അവിടെ ചെന്നപ്പോൾ ലങ്കാലക്ഷ്മി തടുത്തു. ലങ്കാലക്ഷ്മിയെ മാതാവാക്കിയിട്ട് ഹനുമാൻ ഏട്ടത്തെ കൈകൊണ്ട് വലത്തെ കവിളിൽ നല്ലൊരു പ്രഹരം കൊടുത്ത് ലങ്കാലക്ഷ്മിയെ മുക്തയാക്കി. മറ്റേ രാവണൻ്റെ അടിമയായിട്ട് ഇരിക്കുകയായിരുന്നു. ഈ ലങ്കാലക്ഷ്മി ഉള്ള കാലം അവിടെ ഒരാൾക്കും പ്രവേശനമില്ല, ആർക്കും അവിടെ ലങ്കയെ കീഴടക്കാൻ സാധിക്കില്ല. രാവണൻ്റെ വീര്യം ക്ഷയിക്കില്ല, അങ്ങനെ കണ്ടാണോ. അതെല്ലാം ഒഴിവാക്കി അങ്ങനെ എല്ലാ ദിക്കിലും തെരഞ്ഞു. ചെറിയ ഈച്ചയുടെ വലിപ്പത്തിലാണ് തെരഞ്ഞത്. ഹനുമാൻ സീത ഇരിക്കുന്നത് കണ്ടു, ശിംശപാവൃക്ഷത്തിൻ്റെ ചോട്ടിൽ. അവിടെ ചെന്ന് അടയാളം കൊടുത്തു, ശ്രീരാമൻ്റെ മോതിരം കൊടുത്തു, കാക്ക കഥയൊക്കെ പറഞ്ഞു, ചൂടാരത്നം വാങ്ങി. പിന്നെ ലങ്കയിലെ വിഷ്ണു പറഞ്ഞു. അപ്പോൾ ആ ഉദ്യാനത്തിൽ ധാരാളം പഴങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തിന്നു. അതിന് ശേഷം ലങ്കയെ മുഴുവൻ ചുട്ട് കത്തിക്കട്ടെ ചോദിച്ചു. വിരോധമില്ല പറഞ്ഞു. ആദ്യം ശിംശപ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെറിയൊരു ഉദ്യാനമുണ്ട്. ആ ഉദ്യാനം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ തകർത്തു. അതേപോലെ തന്നെ ഈ വിഭീഷണൻ്റെ കൊട്ടാരം, അതും ഒന്നും ചെയ്തില്ല. അങ്ങനെയാണ്. ഈ ഉദ്യാനം നശിപ്പിച്ചപ്പോഴേക്കും അശോകവനിക എന്നതിന് പേര് പറയാം. അപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ രാവണൻ ഹർഷകുമാരനെ അയച്ചു. ഹർഷകുമാരനെയും വലിയൊരു സൈന്യമുണ്ട്, 60,000 ഉണ്ട്. എന്തായാലും അവരെ മുഴുവൻ ഹനുമാൻ വധിച്ചു. അപ്പോൾ മേഘനാഥൻ തന്നെ വന്നു, യുദ്ധം ചെയ്തു, ബ്രഹ്മാസ്ത്രം കൊണ്ട് കെട്ടിയിട്ടു. എന്നിട്ട് രാവണൻ്റെ അടുത്ത് കൊണ്ട് എത്തിച്ചു. ആ സമയത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ടു കഴിഞ്ഞാൽ അമോഘമാണ്, അപ്പോൾ സ്വതേ മരിക്കും, അങ്ങനെയാ പറയാം. ഇവിടെ 3.25 നാഴിക ബ്രഹ്മാസ്ത്രം സ്വീകരിക്കാനുള്ളൊരു അങ്ങനെ ഒരു വരാണ് ഈ ഹനുമാനുള്ളത്. അത് അത്രേ ബാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഉറക്കം ഉണർന്നു, ഏറ്റി കൊണ്ടുപോവാണ് ഘോഷയാത്രയോട് കൂടിയിട്ട്. അതെല്ലാം നല്ലോണം ആസ്വദിച്ച് സ്വീകരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഈ രാക്ഷസന്മാരെ നല്ലോണം വേദനിപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള പല തമാശകളും കാട്ടിയിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ രാവണൻ്റെ മുമ്പിൽ കസേര ഇട്ട് കൊടുത്തില്ല. അപ്പോൾ വാലി ചുരുട്ടിയിട്ട് രാവണനേക്കാൾ ലേശം വേദിയായോ നിശ്ചയില്ല, ഏതായാലും തുല്യതയിലിരുന്നു. സംവദിച്ചു. ദൂതൻ എന്നുള്ള നിലയ്ക്ക് രാമൻ്റെ ദൂതനാണ് ഞാൻ, സീതയെ കൊടുത്തോളൂ, ജീവൻ രക്ഷ കിട്ടും, അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ വിഷമായി, അപമാനം വന്നുല്ലോ. അപ്പോൾ രാമൻ്റെ ദൂതനെ വധിക്കാൻ പാടില്ല എന്ന് വിഭീഷണൻ പറഞ്ഞപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടല്ല, ഏതായാലും ആ വാക്കിനെ കേൾക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടായിട്ടല്ല. പക്ഷെ ചെയ്തത് എന്താ വെച്ചാൽ അവിടെ വാനരന്മാർക്ക് വാലിലാണ് ഈ
പ്രൗഢി ഉണ്ടാവുക, ഒരു അഭിമാനം ഉണ്ടാവുക. അപ്പം അത് ചണത്തിൻ്റെ നൂലൊക്കെ ചുറ്റിയിട്ട് മറ്റേ എണ്ണയിൽ മുക്കിയിട്ട് അത് തീ കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മരിച്ചോളും, പിന്നെ കുഴപ്പമില്ല, വേണച്ചാൽ മരിച്ചോട്ടെ അല്ലെങ്കിൽ വേണ്ടാച്ചോട്ടെ എന്ന രീതിയിൽ അത് ചെയ്തപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ സീത ഈ കാര്യം അറിഞ്ഞു മനസ്സുകൊണ്ട്. അഗ്നിദേവനെ വിളിച്ചു, എൻ്റെ ഭക്തന് എൻ്റെ മകന് കുഴപ്പമൊന്നും ഉണ്ടാവരുത്, ചൂടുണ്ടാവരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ആ വാലിൽ തീ കൊടുത്തപ്പോൾ തണുപ്പുണ്ടായത്. ഇത് അഗ്നിക്ക് തണുപ്പാ, ലങ്കയിലത്തെ അഗ്നിക്ക് തണുപ്പാണോ എന്ന് ഈ ഹനുമാൻ ചിന്തിച്ചു. ഏതായാലും ലങ്ക മുഴുവൻ ചുട്ടു. വിഭീഷണന്റെ കൊട്ടാരം അശോകവനിക്ക് ഈ സീത ഇരിക്കുന്ന ആ സ്ഥലം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ചുട്ടു. അവിടുത്തെ സീതയുടെ അനുവാദം വാങ്ങിയിട്ട് തിരിച്ചിവിടെ എത്തി. ഇങ്ങനെയൊക്കെ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ വേഗം ശ്രീരാമൻ്റെ അടുത്തെത്തി. ശ്രീരാമൻ നേരെ കടലിൻ്റെ അടുത്തെത്തി സൈന്യത്തോട് കൂടിയിട്ട്. നോക്കുമ്പോൾ കടല് ഈ സേതു ബന്ധിക്കാനുള്ള ഇത് വഴി കൊടുക്കണില്ല. വരുണനെ വിളിച്ചപ്പോൾ വരുണം വന്നില്ല. അപ്പം ചുണ്ടെടുത്തു, ഒരു അസ്ത്രം തൊടുത്തു. അപ്പോഴേക്കും വരുണം വേഗം കാല് പിടിച്ചു, എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പം അങ്ങനെ കാലകേയന്മാരുണ്ട്, അവരെ വധിച്ച് തന്നാൽ സന്തോഷമായി എന്ന് പറഞ്ഞു. ഏതായാലും അങ്ങോട്ട് വിട്ടു അസ്ത്രം. അതോട് കൂടിയിട്ട് അനുവാദം കിട്ടി. നളനും നീലനൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് സേതു 5 ദിവസം കൊണ്ട് 100 യോജന സേതു ബന്ധിച്ചു. അകത്തേക്ക് കടന്നു. സൈന്യത്തോട് കൂടിയിട്ട് വരുന്ന കണ്ടപ്പോൾ അതിനെ തടുക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കി. തടുക്കാനൊന്നും പറ്റിയില്ല. അവരേതായാലും അവിടെയൊക്കെ മറ്റേ ക്യാമ്പ് കൂടാരം കെട്ടി വാസമായി. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, സീതയെ കൊടുത്തോളൂ, ഇല്ലെങ്കിൽ കുലം നശിക്കും കേട്ടോ എന്ന് പറഞ്ഞു രാവണനോട്. പക്ഷെ തമാശ അല്ല, ഈ ഹനുമാൻ ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് ചെയ്തപ്പോഴേക്കും വീണ്ടും അവിടെ ലങ്ക നിർമ്മിച്ചു രാവണൻ. അപ്പം എങ്ങനെയുണ്ട്? ശ്രീരാമൻ അവിടെ എത്തിയപ്പോഴേക്കും ലങ്ക സ്വർണ്ണ നഗരിയായിട്ട് കിടക്കുക. ഹനുമാൻ കത്തിച്ചു എന്ന് പറഞ്ഞ ലക്ഷണം പോലും കാണാനില്ല. ഹനുമാനും അത്ഭുതമായി, ഈ രാവണൻ അത്ര മോശക്കാരനല്ലല്ലോ എന്ന് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഏതായാലും വിഭീഷണൻ രാവണന്റെ ഇത് കാരണം കൊണ്ട് പുറത്താക്കപ്പെട്ടു. അപ്പോൾ ശ്രീരാമനെ അഭയം പ്രാപിച്ചു. എല്ലാ സൂത്ര വഴികളും പറഞ്ഞു കൊടുത്തു. ലങ്കയുടെ സൂത്രങ്ങൾ മുഴുവനെ പറഞ്ഞു കൊടുത്തു. വധിക്കാനുള്ള ഉപായം വരെ. ഗംഭീരമായിട്ടുള്ള യുദ്ധാദികള് ക്രമേണയായിട്ട് ഓരോ മക്കളെ വധിച്ചു. സൈന്യത്തെ മുഴുവൻ വധിച്ചു. മേഘനാഥനെ ഈ ഉപായത്തെയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് വധിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കി. ലക്ഷ്മണനെ കൊണ്ടാണ് വധം. ആ സമയത്ത് ഒരു യാഗം ചെയ്തപ്പോൾ ആ യാഗത്തെ മുടക്കി മേഘനാഥൻ്റെ ശക്തിയെ കുറച്ചു. അതിനുശേഷം ലക്ഷ്മണൻ മേഘനാഥനെ വധിച്ചു. അപ്പോൾ രാവണൻ വീണ്ടും മറ്റൊരു യാഗത്തെ, ഒരിക്കലും മരണം സംഭവിക്കാത്ത ഒരു യാഗത്തെ ചെയ്തു. അത് വിഭീഷണൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. നികുംഭില എന്നൊക്കെയാണ് പേര്. അവിടെ അകത്ത് ഭൂമിയുടെ അടിയിലാണ്. അത് കാണിച്ചു കൊടുത്തു. അവിടേക്ക് യാഗം മുടക്കാൻ വേണ്ടിയിട്ട് എല്ലാ വാനരന്മാരും ചെന്നു, അങ്കദൻ പ്രത്യേകമായിട്ട്. പക്ഷേ ഉണർത്താനൊന്നും തരായില്ല. അപ്പോൾ മണ്ഡോദരിയെ പിടിച്ച് കൊണ്ടുവന്നു. വസ്ത്രം ഒരിഞ്ഞ് നഗ്നയാക്കിയപ്പോൾ മണ്ഡോദരി നിലവിളിച്ചു. അപ്പോൾ അത് സഹിക്കാൻ പറ്റിയില്ല. കുറേ അധിക്ഷേപിച്ചു രാവണനെ. അപ്പോൾ യാഗം നിർത്തി. മണ്ഡോദരി എന്തായാലും പറ്റിപ്പോയി, നിവൃത്തിയില്ല, എൻ്റെ ആയുസ് നഷ്ടപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഞാനാണ് മരിച്ചാലും നീ ചെതയിൽ എൻ്റെ കൂടെ സതി അന്വേഷിച്ച് വന്നോളൂ. വരണേൻ്റെ മുന്നേ ആയിട്ട് സീതയെ വധിച്ചിട്ട് വേണം കേട്ടോ കൂടെ വരാൻ. എത്ര കാര്യമായിട്ടാണ് രാവണൻ പറഞ്ഞതെന്നറിയോ. ഏതായാലും മണ്ഡോദരി അതൊന്നും കൂട്ടാക്കിയില്ല, അത് വേറെ വിഷയം. എങ്ങനെയായാലും രാവണൻ അവിടുന്ന് യുദ്ധത്തിന് വന്നു. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള ആയുധപ്രയോഗങ്ങളെയൊക്കെ നടത്തി. പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. രാവണൻ്റെ സൈന്യം ക്രമേണയായിട്ട് കുറഞ്ഞു വന്നു. രാവണൻ്റെ ഓരോ തല വീഴ്ത്തുമ്പോൾ വീണ്ടും തല ഉണ്ടാവുകയാണ്. 100 ചില്ലാനം തല, അല്ലെങ്കിൽ എത്രയാച്ചാൽ അത്രയും തല ഒരുമിച്ച് ഇങ്ങനെ വീണു. എന്നിട്ടും മരിച്ചില്ല. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, രാവണൻ്റെ ജീവൻ തലയിലല്ല, അത് ജഠരാഗ്നി രൂപത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് അമൃത് ഉണ്ടായില്ല. ആ അമൃത് ആഗ്നേയാസ്ത്രം കൊണ്ട് വറ്റിച്ചാൽ മാത്രമേ വധിക്കാൻ പറ്റുള്ളൂ രാവണനെ എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ചെയ്തു. അത് രാവണന് മനസ്സിലായി. വിഭീഷണ, നീ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, വിഭീഷണൻ ആവരുത് എന്ന് പ്രത്യേകം നമ്മളോട് ഉപദേശമുണ്ട്. വിഭീഷണനെ പോലെ കുലംകുത്തിയായിട്ട് പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷേ വിഭീഷണൻ ചെയ്തത് അത് തത്വമാണ്. കാരണം ബ്രഹ്മാവിനോട് വരം വാങ്ങിയിട്ട് എവിടെയാണോ അധർമ്മം വെച്ചാൽ അവിടെ നിന്ന് എന്നെ അകറ്റണം. അധർമ്മികളെ ശിക്ഷിക്കാനുള്ള സഹായം ആർക്കാണോ ചെയ്യേണ്ടത് വെച്ചാൽ അത് എന്നെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രാമനെ സഹായിക്കൽ വിഭീഷണൻ്റെ ഡ്യൂട്ടി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിഭീഷണന് കുറ്റമൊന്നുമില്ല.
അങ്ങനെ രാവണവധം കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് കുംഭകർണനെ വധിച്ചു. പിന്നെ കുംഭകർണൻ ഉറക്കെ ഉണ്ടായിരുന്നു. ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയിട്ട് കുംഭകർണനെ വധിച്ചു. അതിനുശേഷം രാവണനെ വധിച്ചു. എല്ലാവരും കൂടിയിട്ട് ഈ പുഷ്പക വിമാനത്തിൽ വിഭീഷണൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് അങ്ങനെയാണ് വിഭീഷണനെ രാജാവാക്കി. അപ്പോൾ രാജാവാക്കിയപ്പോൾ അതിൻ്റെതായ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോളിനനുസരിച്ച് യാത്രയായി. ഇപ്പോൾ അങ്ങോട്ട് പോയ എല്ലാ വഴികളും കാണിച്ചു കൊടുത്തു. മഹാകേമന്മാരെ വധിച്ച സ്ഥലം, യുദ്ധക്കളമൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ സീതയും കൊണ്ട് നന്ദിഗ്രാമത്തിലേക്ക് എത്തി. നന്ദിഗ്രാമത്തിലേക്ക് സമയം വൈകുമോ എന്ന് വിചാരിച്ചിട്ട് ഹനുമാനെ ആദ്യം ഒന്ന് പറഞ്ഞയച്ചു. പരിഭ്രമിക്കണ്ട, നാളെ എന്നുള്ളത് അവിടെ പോന്നിറക്കണു, ഇവിടെ എത്തിയിട്ടുമുണ്ട്, പക്ഷെ എന്നാലും എത്തനേ ഉള്ളൂ. അതുകൊണ്ട് ഇനി മരിക്കൊന്നും വേണ്ട. ആ ദിവസം കഴിഞ്ഞു വെച്ചാൽ ഞാൻ പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യയല്ല, അഗ്നിപ്രവേശം. രണ്ടും രണ്ടാണ്. അഗ്നിപ്രവേശം എന്നുള്ളത് ആത്മഹത്യ പോലെയല്ല വരിക. ഹവിസാക്കിയിട്ട് സ്വയമേവ തന്നെ അഗ്നിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. സതി വായുവിനെയും അഗ്നിയും കൂടിയിട്ട് ജ്വലിച്ച പോലെ. അപ്പോൾ അവിടെ ആത്മഹത്യ ഇതില്ല, ആ കുറ്റമില്ല അവിടെ. എങ്ങനെയായാലും വേണ്ട രീതിയിൽ സ്വീകരിച്ചു. ശ്രീരാമനെ സീതയെ അതുപോലെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ, പട്ടാഭിഷേകത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. വളരെ ഗംഭീരമായിട്ട് ആ യാഗാദികളെയൊക്കെ ചെയ്തുകൊണ്ട് ശ്രീരാമനെ പട്ടാഭിഷേകത്തിനായിട്ട് വസിഷ്ഠ മഹർഷി ജന്മ ഉദ്ദേശ്യം ഈ സൂര്യവംശ രാജാക്കന്മാരുടെ കുലഗുരുവായതിൻ്റെ ആ ഒരു ജന്മസാഫല്യത്തെ സ്വീകരിച്ചു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. സീത ഗർഭിണിയായി. അതിനുശേഷം ഒരു കിംവദന്തി കേട്ടു. ഏതോ ഒരു രചകൻ മറ്റൊരു രാക്ഷസന്റെ പ്രേരണ കൊണ്ട് ഈ രചകന്റെ ഭാര്യ ഒരു ദിവസം മറ്റൊരു ആളുടെ കൂടെ ഒരു വീട്ടിൽ കഴിഞ്ഞു എന്നാണ്. ആ സ്ത്രീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്കിലും അത് ഞാൻ രാമനെ പോലെ സീതയെ സ്വീകരിക്കില്ല, അന്യപുരുഷന്റെ നാട്ടിൽ താമസിച്ച എന്നെ എന്നെല്ലാം പറഞ്ഞപ്പോൾ ആ കാര്യം ഇവിടെ മനസ്സിലായി. അതിനനുസരിച്ച് സീതയെ ഉപേക്ഷിക്കണമെന്ന് രാജകീയ ശാസനമുണ്ട്. അതുകൊണ്ട് രാമൻ സീതയെ ഉപേക്ഷിച്ചു. വാൽമീകിയുടെ ആശ്രമത്തിൽ ലക്ഷ്മണനെ കൊണ്ട് ഉപേക്ഷിച്ചു. അങ്ങനെയാണ്. അതിനുശേഷം വാൽമീകിയാണ് വളർത്തിയത്. ഈ സീത പ്രസവിച്ചു. 2 കുട്ടികളെ വാൽമീകിയാണ് വളർത്തിയത്. അങ്ങനെ ഇവിടെ യാഗാദി കാര്യങ്ങൾ, അശ്വമേധ യാഗം അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ യാഗാശ്വത്തെ ഹനുമാൻ കൊണ്ടുപോരുമ്പോഴാണ് ഈ ലവകുശന്മാരെ തടുത്തത്. അങ്ങനെ ലവകുശന്മാരുടെ പാട്ട് കേട്ട് ഇത് സീതയുടെ മക്കളാണ് എന്നെല്ലാം മനസ്സിലായി. അതേപോലെ ഈ അശ്വമേധ യാഗത്തിൻ്റെ പരിപൂർത്തി ആ സമയത്ത് ലവകുശന്മാരെ രാമായണം ഇവിടെ രാമനെ കേൾപ്പിക്കുകയും ചെയ്തു. വാൽമീകി പറഞ്ഞു ഇത് സീത തന്നെയാണ്, സീതയെ കൊണ്ടുവന്നു, സീത തന്നെയാണ്, സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അഗ്നിപരീക്ഷ വേണമെന്ന് പറഞ്ഞു. ആദ്യം അത് സീതയ്ക്ക് സമ്മതമായില്ല. സീത ഭൂമിദേവിയെ സ്മരിച്ചു. എന്നെ തിരിച്ചു കൊണ്ടുപോണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ രാമനും സീതയും കൂടിയിട്ട് ഈ കാര്യം മുന്നേ തന്നെ തീരുമാനിച്ചിരുന്നു. അതിനനുസരിച്ച് സീത തൻ്റെ ജന്മത്തിൻ്റെ ആവശ്യം കഴിഞ്ഞു, അതുകൊണ്ട് തിരിച്ചുപോയി. പിന്നീട് ചെയ്തിട്ടുള്ള യാഗങ്ങളൊക്കെ ഈ സീതയുടെ രൂപത്തിലുള്ള സ്വർണ്ണ സീതയെ നിർമ്മിച്ചിട്ടാണ് വസിഷ്ഠൻ പറഞ്ഞിട്ടുണ്ടാക്കിയത്. പിന്നെ യാഗമൊക്കെ ചെയ്തത് അതൊക്കെ കാഞ്ചന സീതമാരായിട്ട് മാറി എന്നാണ്. അവർക്കൊക്കെ പിന്നീട് ഭഗവാന്റെ കൂടെ രാസനൃത്തം ചെയ്യാനായിട്ട് ഗോപികമാരായിട്ട് ജനിച്ചോളാൻ രാമൻ പറഞ്ഞു. അങ്ങനെ രാസലീലയിൽ കൃഷ്ണൻ്റെ ഒപ്പം ഈ ഗോപികാവൃന്ദമായിട്ട് വന്നു എന്നാണ്. ഈ കാഞ്ചന സീതമാരുൾപ്പെടെയുള്ള സീതയുടെ ഛായ മുഴുവൻ അങ്ങനെയാണ്. ഇങ്ങനെ രാമരാജ്യം പോലെ പിന്നീട് 11,000 കൊല്ലം രാജ്യം ഭരിച്ച് എല്ലാവർക്കും വേണ്ടതൊക്കെ കൊടുത്തു. യാതൊരു രാമനാണോ ഇപ്രകാരത്തിൽ ലോകത്തെ മുഴുവൻ രക്ഷിച്ചത്, ആ രാമൻ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. രാമൻ്റെ മക്കള് കുശനും ലവനും കുശവംശമാണ് പിന്നീട് ഉണ്ടായത്. 4 പുറത്തും ഈ സഹോദരൻ്റെ മക്കളെ പ്രത്യേകമായിട്ട് രാജ്യത്ത് അവരോധിച്ചു. അതിനുശേഷം ചക്രവർത്തിയായിട്ട് കുശനാണ് ഭരിച്ചത്. പിന്നീട് രാമൻ തൻ്റെ കൂടെ വന്ന എല്ലാവരെയും ഈ സരയൂ നദിയിൽ ഇറങ്ങിയിട്ട് കൊണ്ടുപോരുകയും ചെയ്തു. ആദ്യമേ തന്നെ ലക്ഷ്മണൻ സരയൂ നദിയിൽ ഇറങ്ങി അനന്തനായിട്ട് വൈകുണ്ഠത്തിലെത്തി. പിന്നീട് രാമൻ ഈ എല്ലാവരെയും കൊണ്ട് മുക്തിക്ക് അർഹതയുള്ള എല്ലാവരെയും കൊണ്ട് സരയൂ നദിയിൽ ഇറങ്ങിയിട്ട് വൈകുണ്ഠത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. അതിന് ചില ലീലകളൊക്കെ അവിടെ ചെയ്തു എന്നെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള രാമായണം ആരാണോ സ്മരിക്കുന്നത് അവർക്ക് ജ്ഞാനം ലഭിക്കും, ഇഹ സുഖങ്ങൾ കിട്ടും, മുക്തി കിട്ടും.
ജീവിതത്തിലെ പ്രശ്നങ്ങളെ മുഴുവൻ തരണം ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇനി ചന്ദ്രവംശം ആണ് നമുക്ക് പറയാനുള്ളത്. അത് 13-ാമത്തെ അധ്യായം മുതലാണ് നമുക്ക് കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാരാമേന്ദ്രാഭ്യാം നമോ നമ. നാരായണ നാരായണ നാരായണ.